ആർഷോയുടെ വാക്കുകൾ കൂടി കേൾക്കാം. അത് ശശിക്കെതിരെയുള്ള കടന്നാക്രമണം തന്നെയായിരുന്നു. ആർഷോയുടെ വാക്കുകളിലേക്ക്. ഞങ്ങളാകെ കാരക്കാമുറി ഷൺമുഖനാണ്, ഞങ്ങളാകെ ബിലാലാണ് എന്നൊക്കെയാണ് ഈ ചില ഉച്ചാളി ചട്ടമ്പികളുടെ വിചാരം. ഇന്നലത്തോടെ മണ്ണാർക്കാട്ടെ സർവത്ര മനുഷ്യർക്കും ബോധ്യായി കാരക്കാമുറി ഷൺമുഖനുമല്ല ബിലാലുമല്ല പാട്ടക്കം ബഷീർ മാത്രാണ് എന്നുള്ളത് ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യരും ബോധ്യായി. പാട്ടക്കം ബഷീറാണ്. ഇനി പോട്ടെ പറയുകയും ഞാൻ പടക്കം ബഷീറല്ല, ഞാൻ വീണ്ടും ബിലാലാണെന്ന്. അങ്ങനെയാണ് ആയിക്കോട്ടെ, ബിലാലാണെന്ന് തന്നെ വെച്ചോ. ഇനി ബിലാലാണെങ്കിൽ ബിലാലിനോട് ഒന്ന് പറയാം. ബിലാല് അരട്ടൗസറിട്ട് അങ്ങാടി കൂടെ നടന്ന കാലം ഉണ്ടായിരുന്നു. ആ നടന്ന കാലത്ത് ബിലാൽ ഒരു ബിലാലും ആയിരുന്നില്ല. ആ ബിലാലിനെ അരട്ടൗസറിട്ട കാലത്ത് മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി. മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി തിന്നാൻ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു, നേരെ നിവർന്നു നിൽക്കാൻ പ്രാപ്തനാക്കി. അങ്ങനെ ബിലാലായി മാറിയത്. അങ്ങനെ നേരെ നിൽക്കാൻ പ്രാപ്തനായതിനു ശേഷം ബിലാല് സായിപ്പുടോണിയായി മാറി. മേരി ടീച്ചറുടെ തലയ്ക്ക് കുണ്ടറിയാൻ ആളെ പറഞ്ഞുവിട്ട് പൊന്നുപോലെ ബിലാലെ ഒരൊറ്റ കാര്യം പറയാം, മേരി ടീച്ചർക്ക് കൊച്ചിയിൽ വേറെയുമുണ്ട് മക്കൾ. ആ മക്കളെ ഇറങ്ങി നിന്നാൽ സായിപ്പുടോണിയുടെ മുട്ടിന്റെ ചിരട്ട കാണില്ല. അത് ചെയ്യാനും പറയാനും ഈ നാട്ടിലെ മേരി ടീച്ചറുടെ മക്കൾക്ക് അറിയാം. CPM മണ്ണാർക്കാട് ഓഫീസിന് നേരെ പടക്കമെറിഞ്ഞതിന് പിന്നിൽ PK ശശി പറഞ്ഞുവിട്ടയാളാണ് എന്നുള്ള കാര്യം PM ആർഷോ സിനിമാ ഡയലോഗിലൂടെ വ്യക്തമാക്കുകയാണ്. എന്തായാലും ശശിക്കെതിരെ CPM തിരിഞ്ഞു കഴിഞ്ഞു. ശശിക്കെതിരെ നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു